യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അതിൻ്റെ നിയമങ്ങളിൽ ഒരു പ്രധാന മാറ്റം വരുത്തിയിരിക്കുന്നു. സ്ഥിരതാമസക്കാരാകാൻ അപേക്ഷിക്കുന്ന ആളുകൾ, അതായത് ഗ്രീൻ കാർഡ് ഉടമകൾ, അവരുടെ അപേക്ഷാ പ്രക്രിയയുടെ ഭാഗമായി COVID-19 വാക്സിൻ എടുത്തിട്ടുണ്ടെന്നതിൻ്റെ തെളിവ് ഇനി കാണിക്കേണ്ടതില്ല. ഈ വാക്സിൻ വിവരങ്ങൾ മെഡിക്കൽ ഫോമിൽ, അതായത് ഫോം I-693 ഇനി മുതൽ കാണിക്കേണ്ടതില്ല. COVID-19 വാക്സിനേഷൻ്റെ തെളിവ് ആരുടെയെങ്കിലും കൈവശമില്ല എന്ന കാരണത്താൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അധിക തെളിവുകൾ ആവശ്യപ്പെടുകയോ അപേക്ഷകൾ നിരസിക്കുകയോ ചെയ്യില്ല. 2021 ഒക്ടോബറിൽ പ്രസിഡന്റ് ബൈഡൻ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് COVID-19 വാക്സിനേഷൻ നിർബന്ധമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കുടിയേറ്റക്കാർ പോളിയോ, മീസിൽസ്, ഹൈപ്പറ്റൈറ്റിസ് ബി, ടെറ്റനസ് തുടങ്ങിയ മറ്റ് രോഗങ്ങൾക്കെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കേണ്ടതുണ്ട്. വാക്സിൻ മാൻഡേറ്റുകളോടുള്ള തൻ്റെ ഇഷ്ടക്കേടിനെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. COVID-19 വാക്സിൻ നിരസിച്ചതിന് പുറത്താക്കപ്പെട്ട സൈനികരെ തിരികെ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, പുറത്തായിരുന്ന സമയം മുതലുള്ള ശമ്പളം നൽകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. സൈന്യത്തിൽ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കുമെന്നും രാജ്യത്തെ സംരക്ഷിക്കുക എന്ന പ്രധാന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുമാണ് ട്രംപിൻ്റെ വാഗ്ദാനങ്ങൾ. ട്രംപിൻ്റെ തിരിച്ചുവരവ് അമേരിക്കയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ, പ്രത്യേകിച്ച് F1 വിസയിലുള്ളവർക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങൾ പ്രകാരം നാടുകടത്തലിൻ്റെ സാധ്യത ഒഴിവാക്കാൻ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം അല്ലെങ്കിൽ രേഖകളില്ലാത്ത ഓഫ് ക്യാമ്പസ് ജോലികൾ ഉപേക്ഷിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറെ പേരും വായ്പയെടുത്തും മറ്റുമാണ് US ഉപരിപഠനത്തിന് എത്തിയിരിക്കുന്നത്. താമസവും പഠന ചെലവും ഉൾപ്പെടെയാകുമ്പോൾ സാമ്പത്തിക ബാധ്യത ഏറും. അതിനെ മറികടക്കാനാണ് പഠനത്തോടൊപ്പം ജോലിയും ചെയ്യുന്നത്. F1 വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ വരെ ക്യാമ്പസിൽ ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. എന്നാൽ ചിലർ അവരുടെ ചെലവുകൾക്കായി റെസ്റ്റോറൻറ്റുകൾ, ഗ്യാസ് സ്റ്റേഷനുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിലെ ക്യാമ്പസിന് പുറത്തുള്ള ജോലികളെ ആശ്രയിക്കുന്നുണ്ട്. പുതിയ ഭരണകൂടത്തിന് കീഴിലുള്ള സൂക്ഷ്മ പരിശോധനയും കർശനമായ നയങ്ങളും ഭയന്ന് നിരവധി വിദ്യാർത്ഥികൾ അവരുടെ സാമ്പത്തിക തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. മണിക്കൂറിന് $5 മുതൽ $7 വരെ പ്രതിഫലത്തിൽ 5-6 മണിക്കൂറൊക്കെയാണ് പലരും ജോലി ചെയ്യുന്നത്. എന്നാൽ ഇമിഗ്രേഷൻ നടപടികൾ കർശനമാക്കിയ സാഹചര്യത്തിൽ പഠനവും ഭാവിയും അപകടത്തിലാകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജോലി ഉപേക്ഷിക്കുന്നത്. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ US-ൽ നിന്ന് ഒഴിപ്പിച്ചു തുടങ്ങിയതായി വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വൻതോതിലാണ് നാടുകടത്തൽ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭീകരവാദിയെന്ന് സംശയിക്കുന്ന ഒരാൾ ഉൾപ്പെടെ 538 അനധികൃത കുടിയേറ്റ കുറ്റവാളികൾ, യൂട്ടായിലെ സാമൂഹിക വിരുദ്ധ സംഘടനയായ ട്രെൻഡ് ഡി അരഗ്വയിലെ 4 അംഗങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ പ്രതികൾ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തതായും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. താൻ അധികാരത്തിലെത്തിയാലുടനെ തന്നെ നിയമപരമായ അനുമതിയില്ലാതെ US-ൽ തങ്ങുന്ന കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു.